ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ലൊരു അടിപൊളി ചോറാണ് കേട്ടോ. ഈ ചോറ് മീൻ ചോറ് എന്നാണ് ഇതിന് പറയുക. വളരെ സ്പെഷ്യൽ മീൻ ചോറാണ്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബിരിയാണിനെക്കാട്ടിലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു ചോറ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഇറച്ചിച്ചോറായിട്ടും കോഴിച്ചോറായിട്ടും ഇളമ്പക്ക ചോറായിട്ടും ഒക്കെ പല രീതിയിലും ഉണ്ടാക്കും. അപ്പോൾ ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് മീൻ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് മീൻ ചോറ് എന്ന് പറയുന്നത്. ഈ ഒരു റെസിപ്പി എൻ്റെ പെങ്ങളെ റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ അസ്ലങ്കാൻ്റെ നടുവത്തെ പെങ്ങൾ, 3 പെങ്ങന്മാരാണുള്ളത്. അപ്പോൾ നടുവിലെ പെങ്ങൾ സൂർച്ച എന്ന് പറയുന്നത് സൂർച്ചാൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ ഓരോ ചോറും തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് സൂർച്ചാൻ്റെ വെച്ചതിൻ്റെ ഒക്കെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബിരിയാണി അല്ല, ഇങ്ങനത്തെ ചോറുകളാണ്. ഈ ഇറച്ചിച്ചോറൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ മീൻ ചോറ് ഇളമ്പക്ക ചോറൊക്കെ തിന്നാൽ പുതിയിടൂല എന്ന് പറയില്ല, അങ്ങനത്തെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ് അവരുണ്ടാക്കുക. അപ്പോൾ ഞാൻ എത്ര ഉണ്ടാക്കിയാലും അങ്ങനെ ആവല്ലേനു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സൂർച്ചാനോട് ചോദിച്ചിട്ട് അറിഞ്ഞെടുത്ത സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കട്ടെ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 പീസ് അയക്കോറാണ് എടുത്ത് വെച്ചത്. ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യട്ടോ. എൻ്റെ കയ്യിലുള്ള മീനിപ്പോൾ ഇതായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഒരു ചെറിയൊരു മസാല വേണം. ഞാൻ സ്പീഡാക്കി കാണിക്കുന്നതുകൊണ്ടാണ് എല്ലാം എടുത്ത് വെച്ചത്. അപ്പോൾ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും. ഇത്രയേ ആവശ്യമുള്ളൂ, സിമ്പിൾ മസാലയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. കുറച്ച് ലൂസായിട്ടാണ് കലക്കിയെടുക്കേണ്ടത് കേട്ടോ. സാധാരണ നമ്മൾ മീൻ പൊരിച്ച് ഉണ്ടാക്കുന്ന പോലെ കട്ടിയുള്ള മസാലയല്ല, കുറച്ച് ലൂസായിട്ട് വെള്ളം പോലുള്ളൊരു മസാല ആക്കി എടുക്കുക. ജസ്റ്റ് ആ മീനിലൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പോരാത്തതിന് ഞാനെടുത്ത മീനെന്ന് പറയുന്നത് ദശക്കട്ടിയുള്ള മീനാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ മസാലയിൽ പിടിക്കുകയും ചെയ്യും. കാരണം അതിൽ തോലും ഇതൊന്നും വരുന്നില്ല, ഫുള്ളായിട്ട് ഇങ്ങനെ മാംസം മാത്രമുള്ള പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ പിടിച്ചോളൂ കേട്ടോ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് എടുത്താൽ മതി. എന്നിട്ട് ആ 3 പീസും നല്ലോണം ഒന്ന് മസാല തേച്ചിട്ട് അവിടെ വെക്കുക. പിന്നെ മീനാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു 5-10 മിനിറ്റോ മതി ഇത് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് അത്ര ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ 3 പീസിൽ ഞാൻ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊരു 10 മിനിറ്റ് അതവിടെ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി ആ മീനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വെളിച്ചെണ്ണയിലാണ് ചെയ്യുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് എണ്ണ ചൂടായാൽ നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വല്ലാണ്ട് അങ്ങ് ഞെരിച്ച് പൊരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പം ഞാനിപ്പോൾ ഇതാ 3 പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒറ്റയടിക്ക് 3 ഒന്നിച്ചാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ സൂർജാൻ്റെ ഈ ഒരു ചോറ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും എന്താ പറയുക, ഒരിക്കൽ കഴിച്ച ആൾക്കാരും മറന്നു പോകില്ല. അത്രയും ടേസ്റ്റുള്ള ചോറാന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും, നമ്മൾ അവിടുന്ന് കഴിച്ച ചോറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സൂർജാൻ്റെ എന്തെല്ലോ റെസിപ്പി കാണിച്ച സമയത്ത് എനിക്ക് കമൻസ് വന്നിരുന്നു, ഇപ്പോൾ നിങ്ങളെ എന്താ കാണിക്കാത്തതെന്ന് വെച്ചിട്ട് ഇൻസ്റ്റയിലൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അതെന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഓൽക്കാർക്കും ക്യാമറേൻ്റെ മുന്നിൽ വരാൻ താല്പര്യമുള്ള ആൾക്കാരല്ല. അതുകൊണ്ടാണ് ഞാൻ നാട്ടിലുള്ള സമയത്തൊന്നും കാണിക്കാത്തത് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ അത് ഞാൻ ആ ഫിഷ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വല്ലാണ്ട് മൊരിച്ചെടുക്കണ്ട, വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ 3 ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചോറിന് വെക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, അത്രേ വേണ്ടിയുള്ളൂ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു ചെറിയ കുഞ്ഞി ഉള്ളിയാണ്, അത് ഞാനൊന്ന് അരിഞ്ഞ് വെച്ചതാണ്, അത്രേ വേണ്ടിയുള്ളൂ. അതിട്ട് കൊടുക്കുക. അതിന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അല്ലാണ്ട് കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, അത്രേ വേണ്ടിയുള്ളൂ. അപ്പോൾ ആ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വാങ്ങിക്കുന്ന പച്ചമുളക് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഇവിടെ എരിവ് പറ്റാത്തതുകൊണ്ട് തീരെ എരിവില്ലാത്ത മുളകാണിത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 5-6 ഞാൻ ഇട്ടത് കേട്ടോ. എത്ര ഇട്ടിട്ടും കാര്യമൊന്നുമില്ല, എരിവൊന്നും വരില്ല. ഇതൊരു പ്ലാസ്റ്റിക് മുളക് പോലെയാണ് ഇത് ഉണ്ടാവുക. ഇനിയിലേക്ക് അതൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി രണ്ടും കൂടെ അരച്ചത് ഒന്ന് ചതുക്കിയെടുത്തതാണ് ഞാനിത്. രണ്ടും കൂടെ ഒരു ടേബിൾ സ്പൂണേ ഉള്ളൂ, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒരു പച്ച ചായ ഒന്ന് മാറുന്ന വരെ, എന്താ പറയുക, ഒരു ചൊയ ഉണ്ടാവില്ല, അതൊന്ന് മാറുന്ന വരെ ഒരു മിനിറ്റ് നേരം ഇതൊന്ന് നല്ലോണം ഇളക്കി അതിനൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ സൈസ് തക്കാളിയാണ്. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന ചെറിയ തക്കാളിക്കാണെങ്കിൽ 2 വേണ്ടി വരും. ഇതിപ്പോൾ ഒന്നാണ് കേട്ടോ. അവിടെ വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ ആ തക്കാളി ഒന്ന് ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു തക്കാളി ഒന്ന് കുഴയണ വരെ, ഒന്ന് വല്ലാണ്ട് കുഴയല്ല, എന്നാലും എന്താ പറയുക, പകുതിയിലധികം കുഴയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ആ തക്കാളി ഒന്ന് കുഴയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില നിർബന്ധമാണ് കേട്ടോ, കുറച്ചധികം ഉണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക, നല്ല ഫ്ലേവറാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ ഒഴിക്കാൻ വേണ്ടി പോകണം, നമ്മൾ നേരത്തെ മീൻ പൊരിച്ച് വെച്ച ആ ഒരു പാൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണല്ല നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ, വെളിച്ചെണ്ണ. അപ്പോൾ അത് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. ആ ഒരു ടേസ്റ്റ് ഇതിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മീൻ പൊരിച്ച
ആ ഒരു മീനിൻ്റെ ഫ്ലേവറൊക്കെ ആ എണ്ണയിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഇതിലേക്കൊന്ന് വരാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്മൾ നേരത്തെ ഒഴിച്ച ആ എണ്ണ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതാകെ ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആദ്യം തന്നെ പൊരിച്ചിട്ട് അതിൽ തന്നെ വേണം ഉള്ളിയൊക്കെ വാട്ടിയെടുക്കട്ടോ. ഞാനിപ്പോൾ പാൻ ആയതുകൊണ്ടാണ് പിന്നെ കുക്കറിലേക്ക് മാറ്റിയത്. ഇനിയിപ്പോൾ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തത്, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. അത് 1 ടീസ്പൂണാണ് എടുക്കുന്നത്. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ഇടുന്നതാണ് കേട്ടോ. 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്. അതും 1 ടീസ്പൂണാണ് എടുക്കുന്നത്. അതും ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 2 പ്രാവശ്യം ഇടുന്നതാണ് കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളകും. ഇത്ര നമ്മൾ പൊടികൾ ഇതിൽ ആവശ്യമുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ പൊടികളൊരു പച്ചച്ചായ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചെറിയ സിമ്മിലാക്കി വെക്കുക, കാരണം പൊടികൾ കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ അതാ പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. തിളച്ച വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ഗ്ലാസ്സാണോ അരി എടുക്കുന്നത് അതിൻ്റെ 1.5 ഇരട്ടി വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് 4.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഏത് കപ്പിലാണോ നിങ്ങൾ അളക്കുന്നത് അതിൻ്റെ 1.5 ഇരട്ടി വെള്ളം എടുക്കാം. അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ചോറായതുകൊണ്ട് ഞാനെപ്പോഴും പറയലുണ്ട് കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കണം, ചോറിലേക്കും കൂടെ പിടിക്കാനുള്ള ഉപ്പ് ഉണ്ടാവണം. അപ്പോൾ അതാ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ആ തിളയ്ക്കണ നേരം കൊണ്ട് ഞാനിപ്പോൾ ആ പൊരിച്ച് വെച്ച മീനില്ല, അതൊന്ന് ചെറുതായിട്ട് എൻ്റെ എല്ലൊക്കെ പോക്കിയിട്ട് മുള്ളൊക്കെ പോക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും വേണം. പൊടിച്ചെടുക്കാൻ പറഞ്ഞാൽ കൈ കൊണ്ടൊന്ന് നുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് നുറുക്കി കൊണ്ടുവന്നതാണത്. അതിൻ്റെ മുള്ളൊക്കെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് ആ മുള്ളൊക്കെ പൊക്കിയത്. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 പീസേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 3 പീസാണ് ഞാൻ പൊരിക്കുന്നത് കാണിച്ചത്. അപ്പോൾ 2 പീസേ എടുത്തിട്ടുള്ളൂ. 1 പീസ് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ, അപ്പോൾ 2 പീസ് നമുക്ക് ധാരാളമാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ 2 പീസ് മുഴുവനായിട്ട് ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് അരിയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ജീരകശാല അരിയാണ് ഞാൻ എടുത്തത് കേട്ടോ. കൈമാ റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ അരിയാണ്. അതൊരു 3 ഗ്ലാസ്സാണ് എടുത്തത്. കഴുകിയിട്ട് അരിപ്പയിലിട്ട് വെച്ച അരിയാണത്. അപ്പോൾ അത് പൊതിർത്തിയ അരിയൊന്നല്ല, ഇപ്പം തന്നെ കഴുകി എടുത്തതാണ്, പൊതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അരിയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മീനും എല്ലാം കൂടെ മിക്സായി വരണം. ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലോണം തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് കഴിഞ്ഞാലാണ് നമ്മളിത് മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഇത് ചെമ്പിലും ചെയ്യാം കേട്ടോ. ഈ സെയിം മെത്തേഡ് തന്നെയാണ്. ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് മൂടി വേവിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ കുക്കറായതുകൊണ്ട് നല്ലോണം തിളച്ചതിന് ശേഷം മൂടി വെക്കുകയാണ്. എന്നിട്ട് ഒറ്റ വിസിലാണ് കേട്ടോ. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ടേക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, ഒറ്റ വിസിൽ മതി. അപ്പോൾ അത് നല്ലോണം വെന്ത് കഴിഞ്ഞ് ഒരു വിസിലിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നതാണിത്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. തുറന്ന ഉടനെ തന്നെ ചൂടോട് കൂടി നിങ്ങൾ കാണുന്ന സമയത്ത് ഒരു വേവ് അധികമായ പോലെയൊക്കെ തോന്നും, പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. ഇത് ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് കഴിയുന്ന സമയത്തേക്ക് ഈ ചോറൊക്കെ നന്നായിട്ട് വേറിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചോറുകൾ, ഇപ്പോൾ ഇങ്ങനത്തെ ഈ എന്താ പറയുക, ആ ഒരു ഗ്രേവിയോട് കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന എന്ത് ചോറായാലും നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു കുഴഞ്ഞ പോലാണ് ഉണ്ടാവുക. ഒന്ന് കാറ്റ് കൊള്ളണം, അപ്പോഴാണ് ഇത് നന്നായിട്ട് കറക്റ്റ് ആ ഒരു അരിമണികളൊക്കെ വേറെ വേറെ നിൽക്കുന്ന പോലെ ആവുക. നമുക്കിപ്പോൾ ഇത് ചൂടാറിയിട്ട് കാണിക്കാൻ ഇവിടെ നേരമില്ല, അസ്ലം കത്തിയിട്ടുണ്ട്. അപ്പോൾ ചോറിന് തിരക്കാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിയിലുള്ള ചോറ് മേലോട്ട് മേലെത്താവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു മീൻ ചോറിന് നല്ല ഫ്ലേവറുമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ഉണ്ടാക്കി നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോൾ ഞാൻ വിളമ്പാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്കാണ് വിളമ്പുന്നത്. നല്ല എന്താ പറയുക, നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ആവി പറക്കണ ചോറ് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. നല്ല ചൂടുള്ള ചോറാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ പുളിയാണം പരിപ്പൊക്കെയാണ് സാധാരണ വടകര ഉണ്ടാക്കുക. ഞാനിപ്പോൾ രണ്ടും ഉണ്ടാക്കിയില്ല, രണ്ടും ഇവിടെ ആരും കഴിക്കൊന്നുമില്ല. അപ്പോൾ വെറുതെ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ രണ്ടും ഉണ്ടാക്കാൻ. അച്ചാറുണ്ട്, അത് മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. പരിപ്പ് ഉണ്ടാക്കും, അതേപോലെ തന്നെ പുളിയാണമൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇളമ്പൊക്കെ ചോറിൻ്റെ റെസിപ്പിയിൽ, അതേപോലെ കോഴിച്ചോറിൻ്റെ റെസിപ്പിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പുളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചത് തന്നെ ഒരു പീസ് ഫിഷ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തത്. ഒരു കഷ്ണം മീൻ ഞാൻ അവിടെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് വേറെ ഗാർണിഷിങ്ങിനൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതന്നെ നല്ല ഭംഗിയുണ്ട്, മാഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിൻ്റെ മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയോ ഉള്ളിയോ എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് ഒന്ന് മൊഞ്ചാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇത് കാണുന്നതിനെക്കാട്ടും ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റ് ട്രൈ ആണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഒരു 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.